Welcome to CML InfoTech. Today we're talking about EIGRP neighbors. അതായത് EIGRP network design നകത്ത് let's say EIGRP ഒരു non periodic routing protocol ആണ്. Non EIGRP non periodic. Which means എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ഡേറ്റ് ആയിരിക്കും. So what is update? Let's say you have two routers, R1 connected to R2, S0, S0. R1 in agathe, let's say I have mini network like this is switch, or I have another network, I have another switch, I have many networks and R1. So the R1 router will send these connected networks to R2. Same way, R2 have many networks. The R2 router will send their own connected networks to R1. By default, router will not exchange any routing info. ഓരോ റൗട്ടേഴ്സും അതിൽ കണക്ട് ചെയ്ത നെറ്റ്വർക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ഡീഫോൾട്ട് ആയിട്ട് പറയില്ല. അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ റൗട്ടിംഗ് പ്രോട്ടോകോൾ ചൂസ് ചെയ്യുന്നത്. To send a network updates, a network informations between routers. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ലെറ്റ്സ് സേ EIGRP 100. So non-periodic means ഒരു നിശ്ചിത സമയത്ത് അപ്ഡേറ്റുകൾ അയച്ചുകൊണ്ടിരിക്കില്ല. Whenever there is some changes, എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ, ഏതെങ്കിലും ഒരു പുതിയ നെറ്റ്വർക്ക് വരികയോ അല്ലെങ്കിൽ ഉള്ള നെറ്റ്വർക്ക് റിമൂവ് ചെയ്യോ, any changes including adding, deleting, editing, modifying, whatsoever, എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസിന് R1 റൗട്ടർ R2നോട് പറഞ്ഞു കൊടുക്കും. That is called non-periodic. ഒരു നിശ്ചിത സമയത്ത് ഒരു അപ്ഡേറ്റ് പോവില്ല, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അങ്ങനെ R1ന് R2 റൗട്ടറിലേക്ക് ഒരു അപ്ഡേറ്റ് മീൻസ് നെറ്റ്വർക്ക് ഇൻഫർമേഷൻസ് അബൌട്ട് ദി കണക്റ്റഡ് റൗട്ടേഴ്സ്. ഇപ്പൊ എക്സാമ്പിൾ, ഈ റൗട്ടറിനകത്ത് ചെക്ക് ദി ഒറിജിനൽ ഡിസൈൻ. So this is our design. Let's say R1 172.16, R2 172.17, then 192.168.1, 193. Okay. Let's say we can talk about. Here we have R1 at 193.111. Dot 172.16.0. This is 198.168.1. So R1 in the update packet. It's update packet. ഇതിനകത്ത് 192.168.1 ഉണ്ടാവും, 172.16 ഉണ്ടാവും. ഇത് R1 R2ലേക്ക് അയക്കും. സെയിം തിങ് R2യുടെ അപ്ഡേറ്റ് പാക്കറ്റിനകത്ത് 172.16.00, 193.110. ഇത് R2 റൗട്ടർ R1ലേക്ക് അയക്കും. ഇങ്ങനെ ഇവരുടെ അപ്ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവണമെങ്കിൽ R1ന് ഓൾറെഡി R2നെ അറിയണം.
ഒരു ചേഞ്ചസ് വന്നാൽ ആ ചേഞ്ചസ് R1 R2 അയക്കണമെങ്കിൽ R1 ആദ്യമേ R2 അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്ന EIGRPക്കകത്തുള്ള പാക്കറ്റിന്റെ പേരാണ് ഹലോ. EIGRPക്കകത്ത് 3 ടേബിൾ ആണുള്ളത്. ഒന്ന് 3 tables. ഒന്ന് neighbor table. Neighbor table contains the information about neighbor router. Only, let's say, between you and me. നമ്മൾ രണ്ടുപേരും പേര് മാത്രമേ അറിയൂ. നമ്മൾ കൂടുതൽ ഫ്രണ്ട് ആവുമ്പോഴാണ് നമ്മളുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. സിമിലർലി R1 റൗട്ടറിന്റെ നെയ്ബർ ടേബിളിനകത്ത് R2 റൗട്ടറിന്റെ കണക്റ്റഡ് ഇൻഫർമേഷൻസും തിരിച്ചും ഉണ്ടാവും. അത് കാണാൻ വേണ്ടിയുള്ള കമാൻഡാണ് ഷോ IP EIGRP നെയ്ബേഴ്സ്. നമുക്ക് R1 R2 റൗട്ടറിനകത്ത് ലോഗിൻ ചെയ്തൊന്ന് നോക്കാം. സോ ലെറ്റ്സ് സേ R1 റൗട്ടർ, enable, show IP INT3. ഇതാണ് R1ന്റെ കണക്റ്റഡ് ഇന്റർഫേസ്. 172.16.01. ഇവിടെ അപ്പുറത്ത് 172.16.02. ഷോ CDP neighbor, show CDP neighbor to see the neighbor details. So you can see that R2 router connected from serial 0 to serial 01. Show CDP neighbor details നടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ഡിവൈസിന്റെ IP 172. R2 റൗട്ടർ നെയ്ബർ ഡിവൈസ് അതിന്റെ IP 172.16.0.2. നമ്മുടെ ലോക്കൽ സ്വിച്ചിന്റെ IP, ലോക്കൽ റൗട്ടറിന്റെ IP 172.16.0.1. ഇത് ലോക്കൽ റൗട്ടർ R1ന്റെ ഇന്റർഫേസ്, ഇത് R2 റൗട്ടറിന്റെ IP. So it's in the same range. നമ്മൾ പറഞ്ഞ കമാൻഡ് let's say show IP protocol to see which protocols that we used. ഇവിടെ നമുക്ക് കാണാൻ പറ്റും EIGRP 100. So EIGRP റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. ഇത് ലേൺ ചെയ്തിരിക്കുന്ന നെയ്ബർ ഡിസ്റ്റൻസ് 90, which means administrative distance 90, same AS, single AS. So show IP EIGRP neighbors. ഇവിടെ പറയുന്നത് 172.16.02 ആണ് neighbor. So neighbor table contains the informations about directly connected router or directly connected device. Then ഏത് ഇന്റർഫേസ് വഴി പോകുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഹോൾഡ് 11 ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ഓരോ സെക്കൻഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്ഡേറ്റ് EIGRP ഹലോ മെസ്സേജ്, ഹലോ പാക്കറ്റ് R1 നിന്ന് R2 അയക്കുന്നത് എല്ലാ 5 സെക്കൻഡ് കൂടുമ്പോഴും. അത് ഹോൾഡ് ചെയ്യുന്നത് 3 times ഓഫ് ദി ഹലോ, അതായത് 15 സെക്കൻഡ്. ഇപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ 14, 13, 12, 14, 13, 12, 11, വീണ്ടും 10, വീണ്ടും 14, 13, 12, 10, വീണ്ടും. അപ്പൊ ഇത് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 10 കഴിയുമ്പോൾ വീണ്ടും 14 കാണും. അതായത് ഇത് 15 താഴത്തേക്ക് വരും. 15, 14, 13, 12, 11 താഴത്തേക്ക് വന്നിട്ട് 10 ആവുമ്പോൾ, അതായത് 15 10 5 സെക്കൻഡ് ഗ്യാപ്പ് ആവുമ്പോൾ അടുത്ത ഹലോ മെസ്സേജ് വരും. അങ്ങനെ എല്ലാ 5 സെക്കൻഡ് കൂടുമ്പോഴും ഹലോ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കും. ഈ ഹലോ മെസ്സേജിനകത്ത് അവരുടെ AS നമ്പർ, നെറ്റ്വർക്ക്, സബ്നെറ്റ് മാസ്ക്, ഹലോ ടൈം ഒക്കെ മാച്ച് ആയിരിക്കണം. കണ്ടിന്യൂ ആയിട്ട് 3 പ്രാവശ്യം ഹലോ മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ നെയ്ബർഷിപ്പ് കട്ടായി. ഇനി ഉദാഹരണത്തിന് 15, 14, 13, 12, 11, 10 എന്ന് പറഞ്ഞിട്ട് ഹലോ വന്നില്ല. അപ്പൊ അത് 10 താഴത്തേക്ക് വരും. 9, 8, 7, 6, 5. അപ്പൊ അടുത്ത ഹലോ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഉടനെ ഇത് വീണ്ടും 15 ജമ്പ് ആവും. ഇനി ഹലോ വന്നിട്ടില്ല എങ്കിൽ വീണ്ടും 0, അതായത് ബാക്കോട്ട് വരും. 5, 4, 3, 2, 1 എന്ന് പറയും. അപ്പൊ ഇതാണ് R1ന്റെ നെയ്ബർ.
2 നെയ്ബർ ഉണ്ടെങ്കിൽ ഇവിടെ 0ന് പകരം പിന്നെ 1 വരും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്പേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് R2 റൗട്ടർ നോക്കാം. നമ്മുടെ ഡിസൈൻ പ്രകാരം R2ന് 2 റൗട്ടർ ഉണ്ട്. ഓക്കെ, അപ്പം 2 നെയ്ബറെ കാണണം. സോ ലെറ്റ്സ് സേ R2 router. Show IP EIGRP neighbor. ഇവിടെ നോക്കി R2ന് 2 നെയ്ബർ ഉണ്ട്. ഒന്ന് R1 സൈഡിലേക്കും ഇനി ഒന്ന് R3 സൈഡിലേക്കും. 2 EIGRP neighbors. ഇതാണ് ആദ്യം പറയേണ്ടത്. EIGRP റൗട്ടർ എല്ലാ 5 സെക്കൻഡ്സ് കൂടുമ്പോഴും ഹലോ പാക്കറ്റ് അയച്ചുകൊണ്ടിരിക്കും. ഇതാണ് EIGRP നെയ്ബർ. ഇനി സെക്കൻഡ് EIGRP ടേബിൾ. അത് ടോപ്പോളജി ടേബിൾ എന്നാണ് പറയുക. ടോപ്പോളജി ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു EIGRP റൗട്ടറിൽ നിന്ന് അടുത്ത EIGRP റൗട്ടറിലേക്ക് അറിയുന്ന എല്ലാ വഴികളും. ഉദാഹരണത്തിന് so let's say between R1 and R2 you have one path with tutor. You have another path with Vodafone towards to your source to your destination. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സിസ്റ്റം ഗേറ്റ് വേയിലേക്ക് വന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ 2 വഴിയുണ്ട്, അല്ലെങ്കിൽ 2ൽ കൂടുതൽ എക്സിറ്റ് ഇന്റർഫേസ് ടുവേഴ്സ് ടു ദ സെയിം ഡെസ്റ്റിനേഷൻ. സോ ഒരു റൗട്ടറിൽ നിന്ന് അത് ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്കുള്ള എല്ലാ പോസിബിൾ പാത്തും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിന്റെ പേരാണ് ടോപ്പോളജി. EIGRP ടോപ്പോളജി. ഇനി ഒരൊറ്റ പാത്തേ ഉള്ളെങ്കിൽ അത് മാത്രമേ അതിനകത്ത് കാണിക്കൂ. ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ടെങ്കിൽ എല്ലാ പാത്തുകളും അതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടുള്ളത് കമാൻഡാണ്. ഷോ IP EIGRP ടോപ്പോളജി. നമുക്ക് R1-നകത്ത് കയറി നോക്കാം. R1 ഷോ IP EIGRP. ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ഏതൊരു നെറ്റ്വർക്ക് ആണെങ്കിലും അതിൽ ഒരൊറ്റ പാത്ത് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് 31 അറിയാത്ത നെറ്റ്വർക്കാണ്. 192.168.1.0 ഓരോന്നും നമുക്ക് അറിയാത്ത നെറ്റ്വർക്കാണ്. ഈ അറിയാത്ത നെറ്റ്വർക്കിലേക്കൊക്കെ ഒറ്റ പാത്തേ ഉള്ളൂ. ഇതില് എല്ലാ പാത്തുകളും ഒരു സ്പെസിഫിക് നെറ്റ്വർക്കിലേക്ക്, ഇപ്പൊ 31 ആവാം, 172.16, 172.7, 193 ഏതൊരു നെറ്റ്വർക്ക് എടുക്കുവാണെങ്കിലും അതിലേക്കൊക്കെ ഒറ്റ വഴിയെ കാണിക്കുന്നുള്ളൂ. റീസൺ, നമ്മളെ നെറ്റ്വർക്ക് ഡിസൈനിങ് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് R1 അറിയാത്ത ഏത് നെറ്റ്വർക്കിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് R1 to R2 ഒറ്റ പാത്തേ ഉള്ളൂ. അതാണ് അവിടെ സിംഗിൾ പാത്ത് മാത്രം കാണിക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ പാത്ത് R1 നിന്ന് R2ലേക്ക് ഉണ്ടെങ്കിൽ എല്ലാ വഴിയും കാണിക്കും. ഇതാണ് ഉദ്ദേശം. ഇനി
ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പി എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? പി മീൻസ് പാസീവ്. എന്ന് വെച്ചാൽ ഇത് ഒരു ഹെൽത്തി റൗട്ടാണ്, ഒരു ബെസ്റ്റ് പാത്ത്. ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ടെങ്കിൽ ആ എല്ലാ പാത്ത് കാണിക്കുകയും ദെൻ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ പി എന്ന് പറഞ്ഞ് കാണിക്കും. If we have more than one path to the specific destination, from the topology table, it will show all the paths. But out of all, one must be indicated as P. P means best path or the healthiest route towards to your destination. അതിന്റെ മറ്റൊരു പേരാണ് successor. Successor is the EIGRP language. Another name of successor is that best path. So the network all the network whichever we're gonna see, all will have the same result, successor or P, which means the best path. Then you can see A means active path, which means EIGRP is learning about to understand that specific path can be best or not. ഒരു നെറ്റ്വർക്ക് എ എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ ആ റൗട്ടറിലെ EIGRP ആ സ്പെസിഫിക് നെറ്റ്വർക്കിനെ അത് ബെസ്റ്റ് പാത്ത് ആണോ അല്ലയോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്യുക, ലേൺ ചെയ്യുക. ഇറ്റ്സ് കോൾഡ് ആക്റ്റീവ്. സോ ലേണിംഗ് ചെയ്ത് അത് മനസ്സിലാക്കിയതിനു ശേഷം they will be decided whether they are passive or active. പിന്നെ ഇതിനകത്ത് യു എന്ന് പറഞ്ഞിട്ട് കാണാം, which is an update. മറ്റൊരു പ്രധാന ഫീൽഡാണ് ഇപ്പോൾ Q. Q means, so let's say in the design, R1, R2, you have path 1 and path 2. This is example 2 network. So R1 in the show IP EIGRP topology. അടിച്ചു കഴിഞ്ഞാൽ path 1 ഉണ്ട്, path 2 ഉണ്ട്. ഇതിൽ let's say path 1 is the best. EIGRP router ബെസ്റ്റ് പാത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാല്യൂയുടെ പേരാണ് ബാൻഡ്വിഡ്ത്ത്. ഹൈയസ്റ്റ് ബാൻഡ്വിഡ്ത്ത് is the best, which means, example, I have Qtel line, I have Vodafone line. Let's say this is 10 Mbps link, this is 5 Mbps link. So if I configure EIGRP under R1 and under R2, then EIGRP will be calculating which path, either path 1 or path 2, are having the highest bandwidth. If R1 to R2, the path 1 having 10 Mbps, then the path 2, which is 5 Mbps, then the path 1 is the best. Irrespective of the length of or the device quality whatsoever, they always considered about the bandwidth. So let's say in the R1 towards to 2xxx network, which will be shown as P, which is best path, passive, and it will mention as a successor. Successor means best path. We're going to talk about query. Best path down ആയി എന്ന് വിചാരിക്കാം. So let's say the down ആയി. Best path down ആയാൽ backup path best path ആണ്. Backup pathന്റെ മറ്റൊരു പേരാണ് backup path. ഇതിന് മറ്റൊരു പേരാണ് feasible successor. വെറും സക്സസർ എന്ന് മാത്രം പറയുകയാണെങ്കിൽ best path. Feasible successor means backup path. ബെസ്റ്റ് പാത്ത് ഡൗൺ ആയി കഴിഞ്ഞാൽ
feasible successor will be moved to successor or best path. ഇനി R1 നിന്ന് R2 ലേക്കുള്ള 2xxx നെറ്റ്വർക്കിന്റെ ബെസ്റ്റ് പാത്ത് ഡൗൺ ആയി R1 will wait for to get the alternate path as a best. Let's say path 2 then will be a best. ഇനി path 2 ബെസ്റ്റ് പാത്ത് ആവാൻ വേണ്ടി let's say for example ഒരു 10 seconds എടുത്തെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ within the short time ഒരു ബാക്കപ്പ് പാത്ത് ബെസ്റ്റ് പാത്ത് ആയിട്ട് വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ബാക്കപ്പ് പാത്ത് ബെസ്റ്റ് പാത്തായി വരാതിരിക്കാനുള്ള കാരണങ്ങൾ, ബെസ്റ്റ് പാത്ത് ഡൗൺ ആയി ബാക്കപ്പ് പാത്ത് ബെസ്റ്റ് പാത്ത് ആവണം. ബാക്കപ്പ് പാത്ത് ബെസ്റ്റ് പാത്ത് ആവാതിരിക്കാനുള്ള കാരണങ്ങൾ മേ ബി ബാക്കപ്പ് പാത്ത് ഉണ്ടാവില്ല, ഓൾറെഡി ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഉണ്ടായ ബാക്കപ്പ് പാത്തും ബെസ്റ്റ് പാത്തും ഒരേ ടൈമിന് അടിച്ചുപോയി, എന്തും സംഭവിക്കാം. സോ ബെസ്റ്റ് പാത്ത് ഡൗൺ ആയി ബാക്കപ്പ് പാത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ബാക്കപ്പ് പാത്തും കിട്ടാതെ വരുമ്പോൾ R1 query എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയക്കും ടു ചെക്ക് വെദർ there is an alternate path or backup path available or not. ഒരു ബെസ്റ്റ് പാത്ത് ഡൗൺ ആയി കഴിഞ്ഞാൽ ബാക്കപ്പ് പാത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ബാക്കപ്പ് പാത്ത് അപ്പായിട്ടില്ലെങ്കിൽ ബാക്കപ്പ് പാത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അയക്കുന്ന മെസ്സേജാണ് query. So query will send when the successor failed and there is no feasible successor, or the feasible successor is not coming back as a successor. Then it indicates that it sent a query packet towards to the destination. ഈ ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ R1 റൗട്ടറിന് let's say ഇവിടെ ഒരു പാത്ത് ഉണ്ടാവാം, ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ there are multiple another paths. A query will send to all the paths, whoever is available within the EIGRP. അങ്ങനെ ഒരു query പാക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ ആ അയച്ച റൗട്ടർ will wait to receive the reply with a reply message. ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നിലേക്ക് രണ്ട് പാത്ത് ഉണ്ട്, ബെസ്റ്റ് പാത്ത് ഡൗൺ ആയി വിചാരിക്കാം. So I'm waiting for the alternate paths, and the alternate or the feasible successor or the backup path will be coming back soon. ഒരു ബാക്കപ്പ് പാത്തും വരുന്നില്ല എങ്കിൽ let's say I do not know what's going on, so I am sending a message to my destination asking that do they have really a backup path or not. And if I send a message with the query packet to my destination, I need to get the reply. I'm waiting for the reply for the query. ആ റിപ്ലൈനെ വിളിക്കുന്ന പേരാണ് reply message. So let's say if you look into R1, enable show IP EIGRP topology. ഇവിടെ ഒരു R എന്ന് പറഞ്ഞിട്ട് കാണും. So the queue or the query message will send to the destination to check about is there any alternate path or backup path or feasible successor. And the sender will receive the reply with the reply message. Then reply കിട്ടാൻ വൈകിയാൽ they will put a flag that the reply will receive soon. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് queryയും റിപ്ലൈയുമാണ്. So passive means best path. Active means learning to address the best path. Update is the update packet to send all the networks. Query ഒരു ബെസ്റ്റ് പാത്ത് ഡൗൺ ആയാൽ ബാക്കപ്പ് പാത്ത് ഉണ്ടോയോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നു. റിപ്ലൈ ആ അയച്ച queryക്കുള്ള റിപ്ലൈ മെസ്സേജ്. Okay. Then റൗട്ടിംഗ് ടേബിളിനകത്ത് ഏതൊക്കെ നെറ്റ്വർക്കിന്റെ വഴികൾ, ഇപ്പൊ ഇവിടെ പറയുന്നത് 31 എന്ന് പറയുന്ന നെറ്റ്വർക്ക് പി മീൻസ് ബെസ്റ്റ്. ആ ബെസ്റ്റ് ഏത് വഴിയാണ്? 172.16.02. അപ്പോൾ EIGRP ടേബിളിൽ ടോപ്പോളജി ടേബിൾ ഏതൊക്കെ നെറ്റ്വർക്ക് പി ആയിട്ട് കാണുന്നോ അതാണ് ബെസ്റ്റ് പാത്ത്. ആ ബെസ്റ്റ് പാത്ത് എല്ലാം റൗട്ടിംഗ് ടേബിളിനകത്ത് വന്നിട്ടുണ്ടാവും. Let's say show IP route EIGRP. ഇവിടെ നോക്കിയേ,
ഇവിടെ നമ്മൾ ടോപ്പോളജി ടേബിളിനകത്ത് P എന്ന് പറഞ്ഞ് 31 കണ്ടു. ആ 31 ആണ് ഇവിടെ കാണിക്കുന്നത്. Then ഇതിനകത്ത് 172.16.0.2 വഴിയാണ് ഇത് പോകുന്നതെന്ന് പറയുന്നു. അതാണത് 172.16.0.2. Then there is a one additional value 210.26.560. അതാണ് ഇവിടെ കാണുന്നത് 210.26.560. ഇത് നമുക്ക് പഠിക്കാം എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് 172.16.0 നെറ്റ്വർക്കിലേക്ക് പോകാനുള്ള ബെസ്റ്റ് പാത്ത് അതാണ് 172.16. This is directly connected. 172.17 നോക്കുക. ഇത് പറയുന്നത് via 172.16. 172.16 via 172.16.2. ഇതിന്റെ അകത്തൊരു വാല്യൂ നോക്കിയേ 2000 എഡ്ജ് വിത്ത്. ഇതിനകത്ത് 172.17 210.24,000. അതാണ് 210.24,000. Then 193.111 193.111 4560 4560 last value 4560 via 172.16. ഈ വാല്യൂ എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇതാണ് ബെസ്റ്റ് പാത്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് റൗട്ടിംഗ് ടേബിളിനകത്ത് പ്ലേസ് ചെയ്തു എന്ന് പറയുന്നു. സോ ടോപ്പോളജി ടേബിളിനകത്ത് എന്തൊക്കെ പാസീവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നോ അതെല്ലാം റൗട്ടിംഗ് ടേബിളിനകത്ത് വരും. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് 172.16 വന്നില്ല? 172.16 ഇവിടെ കാണുന്നില്ല. സോ 172.16 is connected, directly connected. ഡയറക്ട്ലി കണക്റ്റഡ് കാണാൻ വേണ്ടിയുള്ള കമാൻഡ് ആണ് കണക്റ്റഡ് എന്ന് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ റൗട്ടിംഗ് ടേബിൾ ഫിൽട്ടർ ചെയ്യുന്നത്, കണക്റ്റഡ് നെറ്റ്വർക്ക്സ് മാത്രം. ഇനി എല്ലാം കാണണമെങ്കിൽ ഷോ IP റൗട്ട് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഷോ IP റൗട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്. EIGRP ഉണ്ട്, OSPF ഉണ്ട്, WIP, സ്റ്റാറ്റിക്, കണക്റ്റഡ്. ഇനി എല്ലാം കാണണമെങ്കിൽ ഷോ IP റൗട്ട് കൊടുക്കുക. അപ്പൊ അതിനകത്ത് ഇവിടെ പറയും 31 network plus 16 network which are directly connected, including 192.168.1 network. Then you can see D. D means EIGRP, which means same AS. That's called 90. And EIGRP different AS in the external EIGRP, which is 170. Okay, so this is actually EIGRP topology table, EIGRP neighbor table, and EIGRP routing table. So EIGRP has 3 tables. One, neighbor table. Topology table. No. Routing table. So if I have a 2 router, these directly connected. This directly connected points called neighbor table. If I have multiple paths, all these paths will be displayed in the topology table. Out of multiple paths, let's say this path is the best. EIGRP will identify the best path based on the bandwidth. Let's say this is 2 Mbps, 3 Mbps, 4 Mbps, 10 Mbps, 20 Mbps, 30 Mbps, and this is 100 Mbps. So the highest is 100, comparatively all the other path. So the best path will be indicated in the routing table, which is shown as passive. എല്ലാ പാത്തുകളും ടോപ്പോളജിക്കകത്ത് കാണിക്കും. അതിൽ നിന്ന് ബെസ്റ്റ് പാത്ത് മാത്രമേ റൗട്ടിംഗ് ടേബിളിനകത്ത് വരൂ. ഓക്കെ, ഇങ്ങനെ വരാൻ കാരണം ഇതിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന റൗട്ടിംഗ് പ്രോട്ടോകോൾ റിപ്പിൽ ഒരു ഡിസൈൻ ചെയ്താൽ എനിക്ക് ഇവിടെ ലെറ്റ്സ് സേ 1.00 എന്ന് പറയുന്ന നെറ്റ്വർക്ക് R1 അറിയാം. ഈ R1 അറിയുന്ന 1.00 എന്ന് പറയുന്ന ഈ നെറ്റ്വർക്കിനെ റിപ്പ് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ R2 ഈ നെറ്റ്വർക്കിനെ കുറിച്ച് ലേൺ ചെയ്യും.
R2 111 നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് R2 റൗട്ടിംഗ് ടേബിളിനകത്ത് എഴുതും 1110 ഫ്രം R1. അടുത്ത 30 സെക്കൻഡ്സ് ആകുമ്പോൾ വീണ്ടും R1 റിപ്പ് വഴി 1 നെറ്റ്വർക്ക് പറഞ്ഞു. അങ്ങനെ എവറി 30 സെക്കൻഡ്സിന് R1 റൗട്ടിന് അറിയുന്ന നെറ്റ്വർക്ക് R1 R2നോട് പറയും. സോ which means whenever a packet moves from R1 to R2, it will consume the bandwidth of the WAN link. ഇത് let's say ഏതെങ്കിലും ഒരു ISP ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ISPയുടെ WAN ലിങ്ക് ആണത്. അപ്പോൾ ഈ WAN ലിങ്കിന് ഒരു ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 3 MBPS. ഈ 3 MBPS ലിങ്കിൽ നിന്ന് to send routing informations in the form of update packet, റൗട്ടറിന്റെ ഈ ലിങ്കിൽ നിന്ന് കുറച്ച് വാല്യൂ എടുക്കും. For example, 3 MBPS എന്ന് പറയുമ്പോൾ 1 MB എന്ന് പറഞ്ഞാൽ 1024 bits, 1024 bytes. So let's say nearly 3000 bytes equal to 3 MB approximately. ഈ 3000 bytes എന്ന് example 300 bytes. ഈ 300 bytes റൗട്ടിംഗ് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ആവാൻ വേണ്ടി എടുക്കും. അപ്പം ഈ 3 MBPS എൻ്റെ കസ്റ്റമറിന്റെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നിടത്ത് ഐ എം ഓൾവേസ് യൂസിങ് സംഹൗ 300 bytes space only for sending the routing informations which the neighbor is already knows. അറിയാവുന്ന ഒരു കാര്യത്തെ എല്ലാ 30 സെക്കൻഡ് കൂടുമ്പോഴും വീണ്ടും 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 അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. That's the drawbacks of flip. So when it comes to an EIGRP will never send a periodic update. Initially, they will form the neighbor. Initially, they will send the entire information. Once the network is stable, then the EIGRP will send routing informations to their neighbor router only if any changes occur, like adding, deleting, modifying, whatsoever. Then I have EIGRP table and one. Same set of theory ആണ് OSPF എന്ന് പറയുന്ന റൗട്ടിംഗ് പ്രോട്ടോക്കോളിൽ വരുന്നത്. ഇനേബർ ടോപ്പോളജി റൗട്ടിംഗ് കോൺസെപ്റ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ OSPF പഠിക്കുമ്പോൾ അതിന്റെ ഇനിഷ്യൽ കുറച്ച് തിയറി പോർഷൻസ് EIGRPയുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് EIGRP tables. Okay, hope you understood the today's session. Just 3 tables and the concept. 2 ലാബ് അയച്ചു തന്നിട്ടുണ്ട്. അത് 2-3 ലാബ് അയച്ചു തന്നിട്ടുണ്ട്. അത് ഫിനിഷ് ചെയ്യാം ഇൻഷാല്ലാഹ്. So the next class Sunday, Monday. Next class Tuesday, same time. Okay. Thank you. Have a good day. Okay. Thank you for joining today. So we just discussed about EIGRP 3 tables: EIGRP manual, EIGRP neighbor, EIGRP topology, and EIGRP routing tables. Thank you. Have a great day. Bye.